ചിപ്പിലിപ്പാറ, പൊക്കുന്ന്, ഓട്ടുളി, മീൻമാലക്കുന്ന്, കുതിരവട്ടം, പുതിയറ, IT പാർക്കിന് സമീപം തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങളിൽ നിരന്തരമായി ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും അനാസ്ഥയും കെടുകാര്യസ്ഥതയുമാണ് ഈ കുടിവെള്ള ക്ഷാമം ഉണ്ടാവാനുള്ള കാരണം. പ്രത്യേകിച്ച് ഈ കൊടും ചൂടിൽ റംസാൻ മാസത്തിൽ ശുദ്ധജല വിതരണം ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമ്മുടെ കോർപ്പറേഷന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ചുമതലയാണ്. അത് നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ആളുകൾ സാങ്കേതിക കാരണങ്ങൾ പറയുകയും കോർപ്പറേഷൻ ഭരിക്കുന്ന LDF ഭരണകൂടം ഇത് വാട്ടർ അതോറിറ്റിയാണ്, ഞങ്ങളല്ല അതിന്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് കൈയൊഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി നേരിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും സമരമുഖത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. കാരണം കോഴിക്കോട് നഗരത്തിൽ ഈ ഉയർന്ന പ്രദേശത്ത് കുടിവെള്ളം എത്താതിരിക്കുന്നത് ആദ്യമായിട്ടല്ല. വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം വാട്ടർ പ്രഷർ കൂട്ടാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്താ സാധിക്കാത്തത്? 60 വർഷമായി പോലും കോഴിക്കോട് നഗരത്തിലെ കുടിവെള്ളത്തിന്റെ പൈപ്പ് 60 വർഷത്തെ പഴക്കമുണ്ട്. സ്വാഭാവികമായിട്ടും പ്രഷർ കൂട്ടിയാൽ അത് താങ്ങാൻ വേണ്ടി കഴിയില്ല. അപ്പൊ വീണ്ടും കുറെ സ്ഥലത്ത് പൊട്ടും. ജമ്മു കാശ്മീരിലെ വിഷയം എന്താണ്? നിങ്ങൾ പൈസ ചെലവഴിക്കണം. പൈസ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. പണം വന്ന് കിടക്കുകയാണ്. ആ പണം ഉപയോഗപ്പെടുത്തി കാര്യക്ഷമമായി കുടിവെള്ളം എത്തിക്കാൻ എന്തുകൊണ്ട് കോർപ്പറേഷൻ സാധിക്കുന്നില്ല, ഭരണകൂടത്തിന് സാധിക്കുന്നില്ല? ഒരു വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള അഭിപ്രായങ്ങളും സമരങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ 4 ദിവസമായിട്ട് കുടിവെള്ളമില്ല. ഞാനിത് കണ്ടു. LDFന്റെ വികസന ചർച്ച എന്താ പറയുന്നത്? മാവൂർ പോളിയോ റേൻസ് കുറെ ആളുകൾ ജോലി നൽകുന്ന വിധത്തിൽ പുനരുജ്ജീവിപ്പിക്കുക. ആരാണ് പറയുന്നത്? കോഴിക്കോട്ട് നഗരത്തിലെ മാവൂർ പോളിയോ റേൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പൂട്ടിച്ച് ഈ കോഴിക്കോടിലെ വ്യവസായത്തിന്റെ മരുപ്പഴം മാറ്റിയിട്ടുള്ള ഇളവരെ കരിമതല പറയുന്നത്. എന്താ വലിയ വലിയ സ്വപ്നങ്ങൾ, എന്താ ആധാരമായിട്ട് ഇപ്പൊ പറയുന്നത്? ഇവരാരും കൊണ്ടുവന്ന പദ്ധതിയാണോ? കോഴിക്കോട് നഗരത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം, ആ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം. അമൃത് പദ്ധതിയുണ്ട്, മെഡിക്കൽ കോളേജിന്റെ വികസനത്തിലുണ്ട്, നാഷണൽ ഹൈവേയുടെ വികസനത്തിലുണ്ട്. ദേശീയപാത വികസനം വരുന്നതോടുകൂടി അനുബന്ധമായിട്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇന്ന് LDFന്റെ ചർച്ച. അങ്ങനെ വരുമ്പോ കോഴിക്കോട്ടെ ജനത ആരെ കൂടെ നിൽക്കണം? BJPയുടെ കൂടെ നിൽക്കണം, കേന്ദ്ര സർക്കാരിന്റെ കൂടെ നിൽക്കണം. ആ ദേശീയപാത വികസനം സാധ്യമാക്കിയത്, റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഇപ്പൊ സാധ്യമാക്കാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളല്ല നിങ്ങൾ ആലോചിക്കുന്നത്. കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇവിടുത്തെ MLA-മാര് LDFന്റെ ആളുകളാ. അവരാദ്യം ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധയുണ്ടണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടുത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നവും മാലിന്യ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ ചുമതലപ്പെട്ടവർ വലിയമായി വികസനം പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായ രീതിയിൽ ചർച്ച ചെയ്തിട്ട് ഇതുവരെ അത് പരിഹരിക്കാൻ വേണ്ടി സാധിച്ചില്ല.
കഴിഞ്ഞ 9 വർഷമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എല്ലാവിധ സഹായവും കേന്ദ്ര സർക്കാർ ചെയ്തിട്ട് ഇത് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മളെ ഉയർന്ന പ്രദേശത്തുള്ള ആളുകൾ ഈ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പള്ളിമരക്കുന്നിലൊന്നും ഇപ്പോഴും വാട്ടർ കണക്ഷൻ പോലുമില്ല. ഇനി എന്ത് നഗര വികസനമാണ്, എന്ത് വികസനത്തെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്? വെറുതെ വാചാടനം നടത്തുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ സാഹചര്യത്തിലാണ് ഈ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NDAയുടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ MP രമേശിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന്റെ മുമ്പിൽ നാളെ സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. രാവിലെ 10 ഇപ്പൊ നമ്മൾ സമരം പ്രഖ്യാപിച്ചു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെത്തും എന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷ. ഈ കുടിവെള്ളത്തിനെതിരായിട്ടുള്ള അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിപ്പോ വലിയമായ വികസനത്തെ കുറിച്ചിട്ടാണല്ലോ LDF പറയുന്നത്. അവർക്ക് ഭരിക്കാൻ അവസരം ലഭിച്ച സ്ഥലത്തെ കാര്യമെന്താണ്? കേരളം ഭരിക്കുന്നത് അവരാണ്. വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നം, കോർപ്പറേഷൻ ഭരിക്കുന്നത് അവരാണ്. ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, ഇതൊന്നും പരിഹരിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ നമുക്ക് കരുതി തന്ന റെയിൽവേ സ്റ്റേഷന്റെയും ദേശീയപാതയുടെയും മേലെ ഇനി ഞങ്ങള് വികസനത്തിന്റെ കോട്ട കിട്ടും എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങുമ്പോൾ ഇത് തുറന്നിട്ടാവുന്ന അവര് ചെയ്യണ്ടേ? അവരുടെ ചുമതലയിൽ അതിനെ ഷൂട്ട് ചെയ്യിപ്പിക്കാന്നുള്ള ഉത്തരവ് വന്നു. പക്ഷെ എംപാനൽ ലിസ്റ്റിലെ ഷൂട്ടറെ വിളിച്ചപ്പോഴാണ് അവർക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ സർവൈവേഴ്സ് ഈ ഗണ്ണൊക്കെ സറണ്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നത് വരെ അവർക്ക് ഗണ്ണ് തിരിച്ചു കിട്ടില്ല. അപ്പൊ അതിനുശേഷം അവർക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വീണ്ടും കലക്ടറെ ചെന്ന് കണ്ടു. കലക്ടറെയും DFOനെയും കോൺടാക്ട് ചെയ്തു. ഇന്നലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നാളെ വന്നിരുന്നു. വാർഡിലെ സെർച്ചിങ്ങിന് വന്നു. ഒരു 7 മണി തൊട്ട് 9:30 വരെ സെർച്ച് ചെയ്തു. അതായത് വാർഡിൽ നിൽക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഞങ്ങൾ തിരഞ്ഞു നോക്കി. പക്ഷെ അതിനെ കണ്ടിട്ടില്ല. ഇന്നലെ പകലും കണ്ടിട്ടില്ല, ഇന്ന് ഇത്രയും നേരമായിട്ട് കണ്ടില്ല. അപ്പം ആ ഒരു പ്രദേശത്ത് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൺവെൻഷൻ നടത്തിയ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ മാഹി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് വിഷയത്തിൽ BJPയുടെ പ്രതികരണം. അത് അദ്ദേഹം തന്നെ പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ പ്രസ്താവനയിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ട്. അതിന് നിരവധികം മാറ്റി ചോദിച്ചിട്ടുണ്ട്. കേസില്ല, അവിടെ പരാതി കിട്ടിയതായിട്ട് പത്രത്തിൽ ഇപ്പൊ അറിയില്ല. കാരണം അത് പുതിയ വാദയാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് നേരത്തെ വഴി ഉണ്ടായിട്ടില്ല. തെറ്റായിപ്പോയി തന്നെയാണ് അദ്ദേഹം തന്നെ തിരിക്കല്ലോ. സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന വയനാട്ടിലെ ഇന്ത്യയുടെ ഘടകകക്ഷിയായ RPI മത്സരിക്കുന്ന പിൻവാങ്ങും. ആയില്ല, അവര് RPI സംസ്ഥാനത്ത് RPIക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഓക്കെ, കേസ് വേണ്ടത് നാളെ കൽപ്പറ്റയിൽ വരുന്നുണ്ട്. കോഴിക്കോട് എന്തെങ്കിലും ഉണ്ടോ? നേരെ അങ്ങോട്ട് പോകണം. കോഴിക്കോട് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ല. അതായത് കൽപ്പറ്റയിൽ റോഡ് ഷോ നിശ്ചയിച്ചിട്ടുണ്ട് വൈകുന്നേരം. കോഴിക്കോട്ടിലെ ആ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചത്. മറ്റേ നമ്മൾ വിവരങ്ങൾ അറിയില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ നമ്മുടെ മണ്ഡലത്തിലെ ഒരു മണ്ഡലമാണെങ്കിൽ കൂടി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എല്ലാ ഭാഗത്തും ഉണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടിയാണ് ഇന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്നുള്ള ഒരു മെസ്സേജ് കൂടി അതിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്.
നമ്മളെല്ലാവരും അതിൽ സന്തോഷവാന്മാരാണ്. ഇപ്പൊ നിലവിൽ കൽപ്പറ്റയിലാണ് അദ്ദേഹത്തിന്റെ നാളെ എൻട്രി തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി നമ്മളുണ്ടെങ്കിൽ ഇൻഫർമേഷൻ അറിയിക്കും. ഈ വടകരയിൽ വോട്ട് വാങ്ങിക്കുമെന്ന് കേരളത്തിലെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറയാം. അല്ല, അത് ഈ എൽഡിഎഫും യൂണിയനും കഴിഞ്ഞ ഒരു 5 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയാണ്. ഇത് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് മുമ്പാകെ എന്താണ് എൽഡിഎഫും യൂണിയനും ഈ തവണ പറയുക? പറയേണ്ടത് എന്താണെന്ന് നിങ്ങളെ ഏറ്റവും ഫലം പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടത് അതൊക്കെയാണ്. അതല്ലാതെ വേറൊന്നും പറയാനില്ലാത്തവർക്ക് നേതാക്കന്മാർ ഇങ്ങനെ യു.ഡി.എഫിന്റെ നേതാക്കന്മാർ പറയും BJP ആയിട്ട് അന്തർധാരിയാണ്, CPIയുടെ നേതാക്കന്മാർ പറയും യു.ഡി.എഫ് ആയിട്ട് അന്തർധാരിയാണ്. ഞങ്ങൾ ഇത്തവണ എത്രത്തോളം ഗൗരവത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളത് അത് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഒരേ രീതിയും ഒരേ ട്രെൻഡുമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത്തരം ബാലിശമായിട്ടുള്ള ആരോപണങ്ങളൊന്നും ഇത്തവണ ഒരു പ്രസക്തിയില്ല. എല്ലാ സ്ഥലവും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇത്തവണ NDA മത്സരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ആസൂത്രണവും നിർദ്ദേശവും ഒക്കെ മുകളിൽ നിന്ന് തന്നെയുണ്ട്. അതുകൊണ്ട് ആ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എതിരാളികൾ എന്ന് പറയുന്നത്